മൈ ഗോഡ്. ഇങ്ങനായി. This was me. 6 months തന്നെ 50 kg ഞാൻ 80 kg. എപ്പോഴെങ്കിലും ഒരു ലവ് ട്രാക്ക് പിടിച്ചിട്ട് നോക്കിയിട്ടുണ്ടോ? ഡെഫിനറ്റ് റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ദ തിങ് ഈസ് ലൈക്ക് ഇപ്പോഴത്തെ ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാ, അവർക്കൊരു വൺ നൈറ്റ് സ്റ്റാൻഡോ അല്ലെങ്കിൽ ഒരു ഫ്ലേർട്ടേഷൻഷിപ്പോ അത്രേ ഉള്ളൂ. പൈസ ഇല്ലാതെ ഒന്നും നടക്കത്തില്ല. പൈസ ഇല്ലാത്ത വട്ടപൂജ്യം. തമന്നെ കാണണം, തമന്റെ ഇന്റർവ്യൂ എടുക്കണം. ആക്ച്വലി ഷീ ഈസ് ദ റീസൺ വൈ ലിറ്ററലി തമന്നെ കല്യാണം കഴിക്കണം എന്നൊക്കെ ചോദിക്കും. ഇതെന്ന് വെച്ചാൽ ഒരു ബോയ് ഒരു ഗേളിനെ അഡ്മയർ ചെയ്യുമ്പോൾ കുറെ ആൾക്കാർ വിചാരിക്കുന്നത് അവിടെ ഒരു സെക്ഷുവൽ ഒരു പ്ലഷറാണ്. നോ, എനിക്ക് ഇതൊന്നും ഇഷ്ടമല്ല. കുറെ ഫ്ലെക്സ് വെക്കുന്നു, അതിന്റെ മേലെ പാലൊഴിക്കുന്നു. നോ, ഫസ്റ്റ് ഡേ ഷോ പോയി കാണും. നോ, എനിക്ക് എൻ്റെ മൈൻഡ് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. കരിയർ ഫോക്കസ്ഡ് ചെയ്യുക, പൈസ ഉണ്ടാക്കണം, അമ്മേനെ നോക്കണം. എൻ്റെ അച്ഛൻ ഡെഫൻഡ് അമ്മ, സംസാരിക്കത്തില്ല, കേൾക്കത്തില്ല. ആൻഡ് അറിയത്തില്ല എങ്ങനെയാണെന്ന്. എൻ്റെ നാട്ടിൽ ഞങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെയാണെന്നറിയോ? പൊട്ടൻ്റെ മക്കൾ, പൊട്ടൻ്റെ ഭാര്യ എന്നൊക്കെ അറിയപ്പെടുന്നത്. എൻ്റെ അമ്മ വഴി ചോദിക്കുന്ന ആൾക്കാർ പറയും ഇത് പൊട്ടൻ്റെ വീട്ടിലോട്ടാണ്, അങ്ങനെ വരെ ചോദിക്കും. ഡെഫിനറ്റ്ലി സ്ട്രഗിൾസ് ഉണ്ട്. കാരണം മീഡിയ ഇസ് നോട്ട് എ സേഫ് പ്ലേസ്. ഇപ്പോഴൊരു പ്ലാൻ ബി നമ്മൾ വെക്കണം. പക്ഷെ എനിക്ക് പ്ലാൻ ബി ഇല്ല. ലൈക്ക് സിമ്പിളാണ്, വളരെ സിമ്പിളാണ് മീഡിയ എന്ന് പറയുന്നത്. നമ്മളിവിടെ പോയി രണ്ടും സംസാരിച്ചാൽ മതി. ഇറ്റ്സ് നോട്ട് ഈസി. സോ ഇപ്പൊ നമ്മളൊരു ചെറിയ റാപ്പിഡ് ഫയർ സെഷനിലേക്ക് പോവാണ്. ആക്ച്വലി എന്താ ഞാൻ അങ്ങോട്ടാണ് ഇരിക്കുന്നവർക്ക് ചോദിക്കാറ്. ഫസ്റ്റ് ടൈം ആണ് ഇന്റെ അടുത്ത് ഇങ്ങനത്തെ. അപ്പൊ നമുക്ക് നോക്കാം. എക്സൈറ്റഡ്. മമ്മൂട്ടി ഓർ മോഹൻലാൽ? ഈ മമ്മൂട്ടി മോഹൻലാൽ ഇറ്റ്സ് ഹാർഡാണ്. ഞാൻ പറയാം, ആക്ച്വലി നമുക്ക് എന്റർടൈൻമെന്റ് ഉണ്ട്. ഇപ്പൊ സ്റ്റേജ് ഷോസ്, അവാർഡ് ഷോസ്, ആങ്കറിങ്, അങ്ങനെ ഒരു ഓൾറൗണ്ടർ നോക്കുമ്പോൾ മോഹൻലാൽ, ആക്ടിംഗ് വൈസ് നോക്കുമ്പോൾ മമ്മൂക്ക. കാരണം ആളുടെ വരുന്ന ഹീസ് ലൈക്ക് ഒരു റെസ്പോൺസിബിൾ ആക്ടറാ. കാരണം ഓക്കെ, അടുത്തത് എന്താണ് ചെയ്യേണ്ടത്? ഞാൻ മുന്നത്തെ ചെയ്തത് ഐ തിങ്ക് മമ്മൂട്ടി സാർ കമേഴ്ഷ്യൽ ഫിലിംസിനേക്കാൾ കൂടുതലും മോർലി ഇങ്ങനത്തെ അവാർഡ് സിനിമാസ് അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് റിലേറ്റഡ് ആയിട്ട് സിനിമാസ് ചെയ്യുന്നത് അങ്ങനെ. പക്ഷെ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം മോഹൻലാലിനെ. എനിക്ക് കാണാൻ ആഗ്രഹം ലാലേട്ടനെ കാണാൻ. ഒരു ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യാൻ അങ്ങനെ. രണ്ടുപേർക്ക് ഇഷ്ടം. പക്ഷെ എനിക്ക് കുറച്ചുകൂടി കാണാൻ ആഗ്രഹം ചെറുപ്പം മുതലേ. ഒരു നമുക്കൊരു ഫാൻ, ഇപ്പൊ നമ്മൾ പറയും ഇപ്പൊ വിജയ് സൂര്യ എന്ന് പറയുമ്പോൾ അങ്ങനെ എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടം എനിക്ക് മോഹൻലാൽ. അപ്പൊ വിജയ് സൂര്യ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പിന്നെ വിജയ് ഫാൻ ചെറുപ്പം മുതൽ. അങ്ങനെ തന്നെ. അതും ഇതുപോലെ തന്നെ ആക്ടിങ് സൂര്യനാണ് ഇഷ്ടം. മനസ്സിലായി? വിജയ് ഡാൻസ്, എന്റർടൈൻമെന്റ്, അങ്ങനെ ഒരു ക്രേസ്, ഒരു കംപ്ലീറ്റ് പാക്കേജ് പോലെ അങ്ങനെ. ഇനി നെക്സ്റ്റ്, ഫാഫ ഓർ പൃഥ്വിരാജ്? പൃഥ്വിരാജ്. I love him. Instagram or YouTube? Of course Insta. But I'm trying to focus on my YouTube. Income നമുക്ക് യൂട്യൂബിൽ നിന്നാണ് വരുന്നത്. ഡെഫിനറ്റ്ലി. അപ്പോൾ ബട്ട് ഐ തിങ്ക് ഇൻസ്റ്റയാണ്. കാരണം മോർ ദാൻ പോസ്റ്റിംഗ് മൈ വർക്ക്സ് എനിക്ക് കിട്ടുന്ന ലവ് ഒക്കെ ഇൻസ്റ്റാണ്. മെസ്സേജും DMസിലൊക്കെ. അപ്പോൾ എനിക്കത് മെൻഷൻസ് കിട്ടുന്നത് അതൊക്കെ എനിക്ക്. അപ്പോൾ ഇൻസ്റ്റ ഡെഫിനറ്റ്ലി. ഓക്കെ. ലവ് ഓർ കരിയർ? ഓഫ് കോഴ്സ് കരിയർ. ഓഫ് കോഴ്സ്. എപ്പോഴെങ്കിലും ഒരു ലവ് ട്രാക്ക് പിടിച്ചിട്ട് നോക്കിയിട്ടുണ്ടോ? ഡെഫിനറ്റ് റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ദ തിങ് ഈസ് ലൈക്ക് ഇപ്പോഴത്തെ ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാ, അവർക്കൊരു വൺ നൈറ്റ് സ്റ്റാൻഡോ അല്ലെങ്കിൽ ഒരു ഫ്ലേർട്ടേഷൻഷിപ്പോ അത്രേ ഉള്ളൂ. ഫോർ മീ ലവ് ഈസ് അബൌട്ട് ഗെറ്റിംഗ് മാരീഡ്. ഡെഫിനറ്റ്ലി ലവ് ഈസ് അബൌട്ട് ഒരു ഹ്യൂമൻ അല്ലെങ്കിൽ ആ ഒരു കുട്ടിക്ക് ആ ഒരു വെർജിനിറ്റി കൊടുക്കുക, ആ കുട്ടിയുടെ കൂടെ ലൈഫ് ലോങ് മൊത്തം. അതാണ് എൻ്റെ കോൺസെപ്റ്റ്. പക്ഷെ ഇപ്പം അതില്ല. ഭയങ്കര കുറവാണ്. പിന്നെ ഐ ബി വെരി കൈൻഡ് ഇൻ റിലേഷൻഷിപ്പ്. അപ്പോൾ അത് നമ്മളെ ഹേർട്ട് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര അധികമുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി കരിയർ ആണ്. ഇപ്പൊ ഞാൻ ഫുൾ കരിയർ. എനിക്ക് അങ്ങനെ റിലേഷൻഷിപ്പ് ഇടാതെ ബട്ട് വെരി ഫോക്കസ്ഡ് കരിയർ അങ്ങനെ ഒരു ഫുൾ കരിയർ. ഓഫ് കോഴ്സ് കരിയർ. ഫൈൻ. മണി ഓർ ഫെയിം അല്ലേ? ഓക്കെ, ഐ വിൽ ചൂസ് മണി. കാരണം പൈസ ഇല്ലാതെ ഒന്നും നടക്കത്തില്ല. പൈസ ഇല്ലാത്ത വട്ടപൂജ്യം. പൈസ ഇല്ലാതെ ഒന്നും നടക്കത്തില്ല. പൈസ ഉണ്ടെങ്കിൽ ഫെയിം വരും. ഇവൻ ഞാൻ എപ്പോഴും ആലോചിക്കും, ഇപ്പൊ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എനിക്ക് വർക്കുകൾ, കുറച്ചും കൂടി എനിക്ക് ഇപ്പൊ കൊച്ചിയിലൊക്കെ എനിക്ക് സ്റ്റേ ചെയ്യായിരുന്നു. അത് കുറച്ചുകൂടി ബെനിഫിഷ്യൽ ആണ്. ഓഫ് കോഴ്സ് മണിയാണ്. മണി ക്യാൻ ബ്രിങ് ഹാപ്പിനെസ്. അതൊരു സത്യമാണ്. കുറെ പേര് പറയും മണി കാൻ ബ്രിങ് ഹാപ്പിനെസ് എന്ന്. പക്ഷെ റിയാലിറ്റി ഈസ് പൈസയാണ്. പൈസ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പൈസ ഇല്ലാത്തതിന് വട്ടപൂജ്യം വാല്യൂ സത്യമായിട്ടും. നെക്സ്റ്റ്, ഇത് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. വൺ സെലിബ്രിറ്റി യു വുഡ് നെവർ സേ നോ ടു ഇന്റർവ്യൂയിങ്? ഡെഫിനറ്റ്ലി തമന്ന.
തമന്ന. That is my dream Okay, actually. if you get a chance to interview തമന്ന, അല്ലെങ്കിൽ ഒരു ബൈറ്റ് എടുക്കാൻ കിട്ടാണ്, ഒരു ചാൻസ് കിട്ടാണ്, the first question I'll be cry first. ഞാൻ കരയും. ഫസ്റ്റ് ഞാൻ കരയും. ഒരു ഫാൻ ബോയ് മൊമെന്റ്. ഉറപ്പായിട്ടും കരയും. കാരണം നമ്മൾ നേരിൽ കണ്ട് ഫോട്ടോ എടുക്കുന്ന പോലെയല്ല, വർക്കിന് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാണല്ലോ. അപ്പൊ ഡെഫിനറ്റ്ലി ഞാൻ കരയും, ഉറപ്പായിട്ടും കരയും. ഷീ നോസ് മീ. നമ്മളൊക്കെ കാണാനൊക്കെ പോയിട്ടൊക്കെ ഉണ്ട്, എന്നെ അറിയാം, എൻ്റെ അമ്മേനൊക്കെ അറിയാം, അമ്മയുടെ കൂടെ കാണാൻ പോയിട്ടുണ്ട്. അങ്ങനെ അപ്പൊ അന്ന് മുതലേ എനിക്ക് ആഗ്രഹമാണ് തമന്നെ കാണണം, തമന്റെ ഇന്റർവ്യൂ എടുക്കണം. ആക്ച്വലി ഷീ ഈസ് ദ റീസൺ വൈ എനിക്ക് ലിറ്ററലി എൻ്റെ പ്ലാൻ എ വന്നിട്ട് സെലിബ്രിറ്റി മാനേജർ ആയിരുന്നു. തമന്നയുടെ സെലിബ്രിറ്റി മാനേജർ ആവണമെന്നുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു, ഓഫ് കോഴ്സ്. പിന്നെ അത് ആൾക്കൊരു മാനേജർ ഉണ്ട്, ഗുഞ്ചൻ എന്നാണ് പേര്. ഷീസ് എ ലേഡി, മുംബൈ ബോംബെയിലൊക്കെ വർക്ക് ചെയ്യുന്നത്, കോൺട്രാക്ടിലൊക്കെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആളായിട്ട് തമന്ന ബാൻഡ്ര, ദിലീപ് ഏട്ടന്റെ കൂടെ പടം, ആക്ച്വലി പടം വന്ന് ഫ്ലോപ്പ് ആയിരുന്നു. പക്ഷെ ഞാൻ എന്റെ വീട്ടുകാർ പറയും ബാൻഡ്ര പടം വന്നത് എനിക്ക് തമന്നെ കാണാനാ, കേരളത്തിൽ നടന്നത്. നമുക്ക് മുംബൈയിൽ പോയി കാണാൻ പറ്റത്തില്ല പെട്ടെന്ന്. ഇപ്പോഴാണെങ്കിൽ പിന്നെ നോക്കാം. കേരളത്തിൽ വന്നതുകൊണ്ട് എനിക്ക് ഷൂട്ടിംഗ് സ്പോട്ടിൽ പോയി കാണാൻ പറ്റി, പ്രൊമോഷന് ട്രിവാൻഡ്രത്ത് പോയി കാണാൻ പറ്റി. പിന്നെ അതുപോലെ തന്നെ അരൺമണി 4 ഒരു ഹൊറർ ഫിലിമിന്റെ ഷൂട്ട് ഉണ്ടായിരുന്നു, വരിക്കിശ്ശേരി മന. അപ്പൊ ഇതൊക്കെ ഫസ്റ്റ് മീറ്റ് പോയപ്പോ തന്നെ അവരുടെ ടീമിനെ നമ്മൾ ഇഷ്ടപ്പെട്ടു. ഞാനൊന്ന് ഐ എം 18, എന്റെ 19 ബർത്ത്ഡേയുടെ തലേദിവസമാണ് ഞാൻ കാണാൻ പോകുന്നത്. ഒക്ടോബർ 4 കാണും, 5th എന്റെ ബർത്ത്ഡേ. ഞാൻ തമന്നെ കാണാൻ പോകുന്നു. ആഗ്രഹം സാധിച്ചു. അന്ന് എനിക്ക് ആക്ച്വലി ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ എനിക്ക് ഇന്റർവ്യൂ ആണ് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. എനിക്കിത് എങ്ങനെ വന്നെന്ന് വെച്ചാൽ, ബാൻഡ്രയുടെ പ്രൊമോഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുക കൊച്ചിയില്, ട്രിവാൻഡ്രത്ത്, ഹയാട്ടില്, 5 സ്റ്റാർ റെസ്റ്റോറന്റ് ഹയാട്ടില്. വലിയ ടോപ്പ്, നോട്ട് റിവീലിംഗ് ദ ചാനലിനെ, ടോപ്പ് ചാനൽ, ഇപ്പൊ നമ്മുടെ മാതൃഭൂമി ഒക്കെ പോലത്തെ, മീഡിയ 1, ക്യൂച്ച് അങ്ങനത്തെ ഒക്കെ പോലത്തെ എന്റർടൈൻമെന്റ് ചാനൽ അല്ല കേട്ടോ, ടോപ്പ് റിപ്പോർട്ടിംഗ് ചെയ്യുന്ന വലിയൊരു ചാനല്. ആങ്കർ ഈസ് ടേക്കിംഗ് ഇന്റർവ്യൂ, തമന്ന ഈസ് സിറ്റിംഗ് ദർ. ഞാനോട് ഇരിക്കുക, ഞാൻ തമന്നയുടെ ടീം വിളിച്ചിട്ട് ഞാൻ വന്നിരിക്കുക, ഞാൻ എൻ്റെ അമ്മയും വന്നിരിക്കുക. കാരണം അവർക്ക് എന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു, നമ്മൾ അങ്ങനെ കണക്ഷനെ. കാരണം ഞാനൊരു ലൈക്ക് ഫസ്റ്റ് ടൈം കാണുമ്പോൾ ഇപ്പോൾ ഷീ ടോൾഡ് മീ ദാറ്റ് ഐ എം വെയറിംഗ് കോസ്റ്റ്യൂം, അപ്പോൾ എനിക്ക് ഫോട്ടോ തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഞാൻ എനിക്ക് ഫോട്ടോ വേണ്ട, എനിക്ക് കണ്ടാൽ മതി, എനിക്ക് എൻ്റെ ഓട്ടോഗ്രാഫിലൊരു ഓട്ടോ ഞാനത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ ഇൻസ്റ്റയിൽ. അങ്ങനെ അപ്പോൾ ഞാൻ പോയി കാണുന്നു. അതിനുശേഷം ആൾക്കെന്നെ അറിയാം. കാരണം എന്ന് വെച്ചാൽ കേരളത്തിൽ അവർ ഇടയ്ക്കല്ലേ വരത്തുള്ളൂ. അപ്പൊ അവർക്ക് ഇപ്പൊ തമിഴ്നാട്ടിൽ മുംബൈയിലൊക്കെ പോകുമ്പോൾ അവർക്ക് കുറെ ഫാൻസ് ഉണ്ട്. കേരളത്തിലെ ഫാൻസ് അവർക്ക് നേരിട്ട് കണ്ട് പരിചയമില്ല. അപ്പൊ പക്ഷെ എന്നെ അറിയാം, ഇവിടെ വന്ന് അങ്ങനെ ഒരു പരിചയമുണ്ട്. ഞാൻ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഷീസ് വെയറിംഗ് ഒരു ബ്ലാക്ക്, നല്ല ഭംഗിയെ കാണാൻ, അത്രയും ബ്യൂട്ടി. ഷീസ് ലൈക്ക് ഒരു ബാർബി ഡോളാണ്. നമുക്ക് തൊടാൻ പേടിയോ, നമ്മളിരിക്കുന്നത് എന്ത് ഏലിയൻ ആണോ, നമുക്കൊരു ഇൻസെക്യൂർ അടിക്കും. പക്ഷേ അത് അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പറ്റും. അങ്ങനെ അത്രയും ഷീസ് വെരി അത്രയും ഗോർജിയസ് കാണാനായിട്ട്. അറ്റ് ദ സെയിം ടൈം ഷീസ് വെരി കൈൻഡ്, അത്രയും കൈൻഡ്, ഡൗൺ ടു എർത്ത്. കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവത്തുള്ളൂ. സോ ഷീസ് ടേക്കിംഗ് ഇന്റർവ്യൂ ഹോസ്റ്റ് ഇന്റർവ്യൂ തോണ്ടിരിക്കുക. ആ ഹോസ്റ്റിന് തമിഴ് സംസാരിക്കാൻ അറിയുന്നില്ല, മലയാളം ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്നില്ല. ടോപ്പ് ചാനൽ, ഇമാജിൻ. അപ്പം അന്ന് അപ്പം മീ ആൻഡ് അമ്മ സിറ്റിംഗ് ദർ. അപ്പോൾ അവർ സൗണ്ട് ഉണ്ടാക്കാതെ എല്ലാവരും ഇന്റർവ്യൂ എടുക്കുന്നു അവിടെ. അപ്പോൾ മാനേജർക്ക് ഒന്ന് സൗണ്ട് ഉണ്ടാക്കരുത്, അപ്പോൾ ഇന്റർവ്യൂ നടക്കുന്നു. അപ്പോൾ ആക്ച്വലി അവിടെ റോളുള്ളത്, അവിടെ സൗണ്ട് റേസ് ചെയ്യാൻ റോളുള്ളത് ആങ്കറിനാണ്. അപ്പോൾ ആങ്കറിന്റെ പവർ എനിക്കൊന്ന് മനസ്സിലായി. മീഡിയയിൽ വർക്ക് ചെയ്യുമ്പോൾ ആങ്കറിന്റെ പവർ എനിക്ക് മനസ്സിലായി. ആ ആക്ട്രസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ആക്ടറായിട്ട് ഫേസ് ടു ഫേസ് ഇരുന്ന് നമുക്ക് സംസാരിക്കാം. പക്ഷെ നോക്കുമ്പോൾ തമന്നയ്ക്ക് ബോറടിച്ചിരിക്കുക. ഈ ആങ്കർ വന്നിട്ട് തമിഴ് അറിയുന്നില്ല, ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്നില്ല. ഐ ഫീൽ പെത്തറ്റിക്. അതൊക്കെ ഈശ്വര ഭഗവാൻ, ഇത് എന്താ കാണിക്കുന്ന ഈശ്വര, അത് ആ ആക്ടറിനെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യ. അങ്ങനെ അന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു, ലൈക്ക് വൈ കാൻറ്റ് ഐ ട്രൈ ദിസ്. അങ്ങനെ അപ്പൊ അങ്ങനെയാണ് എനിക്കിത് വരണത്. അങ്ങനെയാണ് ഞാൻ മീഡിയ കോളേജിൽ പോയി ചേരുന്നതും ഞാൻ വർക്കിനും അങ്ങനെ പോകുന്നു. ശരിക്കും കുറേ കാര്യങ്ങളുണ്ട്. ഇത് എൻ്റെ അടുത്ത് കുറെ ആൾക്കാർ തമന്ന എന്ത് തമന്ന, ഫോർ മീ ഷീ ഈസ് മൈ വേൾഡ്. എന്നോട് ആൾക്കാർ ചോദിക്കും, ചിരി വരും, തമന്നെ കല്യാണം കഴിക്കണം എന്നൊക്കെ ചോദിക്കും. ഇതെന്ന് വെച്ചാൽ ഒരു ബോയ് ഒരു ഗേളിനെ അഡ്മയർ ചെയ്യുമ്പോൾ കുറെ ആൾക്കാർ വിചാരിക്കുന്നത് അവിടെ ഒരു സെക്ഷുവൽ ഒരു പ്ലഷറാണ്. നോ, ഞാൻ അഡ്മയർ ചെയ്യുന്ന ഒരാള്, എനിക്ക് അതിലൂടെ പോസിറ്റീവ്സ് മാത്രമേ. എനിക്ക് ഇതൊന്നും ഇഷ്ടമല്ല, കുറെ ഫ്ലെക്സ് വെക്കുന്നു, അതിന്റെ മേലെ പാലൊഴിക്കുന്നു. നോ, ഫസ്റ്റ് ഡേ ഷോ പോയി കാണും. നോ, അതല്ല. ഐ ജസ്റ്റ് വോണ്ട് ടു അഡ്മയർ ഹെർ വർക്ക്. ആ ഒരു പേഴ്സണാലിറ്റി എനിക്ക് അതാണ്. ഞാൻ ഒരാൾ ഇഷ്ടപ്പെടുമ്പോൾ എനിക്ക് അതാണ് ഇഷ്ടം. ഡെഫിനറ്റ്ലി ഐ ചൂസ് തമന്ന. ഇതിന്റെ ആൻസർ ഓൾറെഡി പറഞ്ഞു. അടുത്ത എന്തായിരുന്നു? വൺ ആക്ടർ യു സീക്രട്ട്ലി അഡ്മയർ. ഓഫ് കോഴ്സ് ഓൾറെഡി പറഞ്ഞു. പക്ഷെ തമന്ന അല്ലാതെ ഒരാള്, മെയിൽ ആക്ടേഴ്സ് തമിഴിൽ അത്രയ്ക്കൊന്നും ആരും ഇല്ല ആക്ച്വലി, ലിറ്ററലി. ഇപ്പൊ മലയാളത്തിൽ നിന്ന് പറയാൻ പറഞ്ഞ ആക്ട്രസ് യു അഡ്മയർ.
എനിക്ക് അഡ്മയറിംഗ് എന്നൊക്കെ പറയുമ്പോഴേ അഡ്മയർ ചെയ്യണ്ടെന്നാ നമുക്ക് ചെറിയൊരു ഇഷ്ടം. ചെറിയൊരു ഇഷ്ടമല്ലേ? എനിക്ക് മഞ്ജു ചേച്ചിന് ഇഷ്ടം, മഞ്ജു വാര്യറിന് ഇഷ്ടം, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഏത് ക്വാളിറ്റിയാണ് ഏറ്റവും കൂടുതൽ? മഞ്ജു ചേച്ചിയുടെ ഷീ ഈസ് വെരി സ്ട്രോങ്, ഭയങ്കര സ്ട്രോങ് ആണ്. ഐ ഹാവ് സീൻ ദാറ്റ്. ഭയങ്കര സ്ട്രോങ് ആണ്. എനിക്ക് ഇന്റർവ്യൂ എടുക്കാൻ ആഗ്രഹമുണ്ട്. എനിക്ക് പോയിട്ട് ഹഗ് കൊടുത്ത് എൻ്റെ ഓട്ടോഗ്രാഫ് ഡയറിയിൽ എനിക്ക് റിവ്യൂ കേൾക്കണമുണ്ട്. ലിറ്ററലി അയൺ ലേഡി. ആൻഡ് തിങ് ഈസ് ലൈക്ക് കംബാക്ക് ചെയ്ത സമയത്ത് കുറച്ച് ഭയങ്കര ഫ്ലോപ്പ് ഒക്കെ ഉണ്ടായിരുന്നു ഫിലിംസ് ഒക്കെ. പക്ഷെ ഷീ സ്റ്റിൽ ഗെറ്റിംഗ് ദാറ്റ് വർക്ക്. അതെന്തുകൊണ്ടാ? ഷീ ഈസ് വെരി സ്ട്രോങ്. അതുകൊണ്ട് ഐ എം എക്സൈറ്റഡ്. ഐ ലവ് ഹർ. എനിക്ക് ഇഷ്ടമാണ് മഞ്ജു ചേച്ചിനെ ഇഷ്ടം. ആൻഡ് വൺ റീൽ യു വിഷ് യു ഹാഡ് നെവർ അപ്ലോഡഡ്. അതേത് റീലാണ്? വൺ റീൽ, അയ്യോ അതിപ്പോ ഏതാ? ഐ ഡോണ്ട് ഹാവ് എനി റിഗ്രറ്റ്സ്. അങ്ങനെ റിഗ്രറ്റ്സ് ഇല്ല. ആർച്ചീവ് ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും? പോസ്റ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. പോസ്റ്റുകളെല്ലാം ചെയ്തിട്ടുണ്ട്. അതെന്താ വെച്ചാൽ ഇങ്ങനെ പണ്ടത്തെ സെൽഫി ഒക്കെ ഉണ്ടാവല്ലോ. അതെന്താന്ന് വെച്ചാൽ മീഡിയയിലോട്ട് വന്നല്ലോ. അപ്പൊ നമ്മുടെ പ്രൊഫൈൽ എടുത്ത് നോക്കുമല്ലോ ആൾക്കാർ. അപ്പൊ കുറച്ച് പ്രൊഫഷണൽ ആക്കാനായിട്ട് അങ്ങനെ കുറച്ചൊക്കെ ചെയ്തു വെക്കാറുണ്ട്. അത്രേ ഉള്ളൂ. ഐ വാണ്ടഡ് ടു സീ യുവർ ചൈൽഡ്ഹുഡ് ഫോട്ടോ. അത് കാണിച്ചില്ല. അത് കാണിക്കണോ? ഓക്കെ. ആക്ച്വലി ഇതിലുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് എന്റെ ഇൻസ്റ്റയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഐ തിങ്ക് അപ്പൊ എന്റെ ഒരു ചേഞ്ച് മനസ്സിലാകുമ്പോൾ അന്നെ തന്നെ ചോദിക്കും, ഇത് നീയാണോ ചോദിക്കാൻ എൻ്റെ അടുത്ത്. എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. അത് കാരണമാണ് ഞാൻ കാണിക്കുന്നത് ഇങ്ങനെ ഇൻസിസ്റ്റ് ചെയ്തത്. വലുത് ഫേസ് ഒക്കെ തടിച്ച് ട്രാൻസിഷൻ റീൽ ഞാൻ ചെയ്തിട്ട് അതാ കാണിച്ചു തരാൻ പോകുന്നത്. ഇൻസ്റ്റയിൽ അതാ ഞാൻ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അത് ആർച്ചീവ് ചെയ്തോ? ഞാൻ ഇല്ല, അത് ആർച്ചീവ് ചെയ്തിട്ടില്ല. അത് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഇൻസ്റ്റയിൽ കണ്ടില്ല. ഇത് ഞാൻ മീഡിയയിലോട്ട് വരുന്നതിന് മുന്നേ തന്നെ ചെയ്യുന്ന. അപ്പൊ ആ സമയത്ത് അന്ന് പോസ്റ്റ് ചെയ്തതാ. അത്ര വലിയ റീച്ച് ഒന്നും ആയില്ല. പക്ഷെ എന്നെ നേരിൽ കാണുന്നവര് ചോദിക്കും എങ്ങനെയാ ട്രാൻസിഷൻ ചെയ്ത, എന്താക്കെ ചെയ്ത. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കും കേട്ടോ. അതെനിക്കും അറിയണം. ഇന്നിവിടെ രഹസ്യങ്ങളുടെ കൂട്ടിരിക്കുന്നത് ഞാൻ വോയിസ് ഉറക്കാം അല്ലേ? കുഴപ്പമില്ല. ഓ മൈ ഗോഡ്, ഇങ്ങനായി. പിന്നെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു അണ്ണം. ഇങ്ങനെയായിരുന്നു ഞാൻ. This was me. How did you? It's like give me 1 year എന്നൊക്കെ ആക്ച്വലി 1 year പോലും ഇല്ല, 6 months ഉള്ളു. പിന്നെ ഞാൻ ആ സമയത്ത് 6 months കിട്ട ആൾക്കാർ വിശ്വസിക്കുമോ എന്ന് പറഞ്ഞിട്ട് 6 monthsiനുള്ളിൽ തന്നെ 50 kg ഞാൻ 80 kg ഇട്ടോ. അങ്ങനെ ഇതെങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ കട്ട് വെരി ഇമ്പോർട്ടൻറ്റ്. മൊത്തത്തിൽ ഒഴിവാക്കി, മധുരം മൊത്തത്തിൽ ഒഴിവാക്കി. വെള്ളം കുടിക്കാൻ തുടങ്ങി നല്ലപോലെ. പിന്നെ 2 ടൈമിൽ ജോഗിങ് ചെയ്യും. രാവിലെ 6-ന് എണീറ്റിട്ട് കുറച്ച് റൗണ്ട് ഓടും. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു റൗണ്ട്. അത്രയും നാള് എത്ര മണിക്ക് എഴുന്നേറ്റുണ്ടെന്ന്? അല്ല, മോർണിംഗ് പേഴ്സൺ ആക്ച്വലി. എനിക്ക് രാവിലെ ഇതിപ്പോ ഒരു ശീലമായി. കാരണം എന്റെ വീട് തൃശ്ശൂരാ, കൊച്ചിയിലല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഷൂട്ടൊക്കെ ഉണ്ടാകുമ്പോൾ നാളെ ഒരു വർക്ക് ആണെങ്കിൽ ഇന്നാ വിളിച്ച് പറയാം. അപ്പൊ നമ്മള് ജനറൽ ട്രെയിനിൽ കയറി രാവിലെ പുലർച്ചെ അവിടെ നിന്ന് കയറി വന്ന് രാത്രി ഞാൻ തിരിച്ചു പോകുമ്പോ അങ്ങനെ. ഇപ്പൊ ഇന്ന് ഞാൻ വന്നതും ട്രെയിനിൽ വരുമ്പോ ആരെങ്കിലും റെക്കഗ്നൈസ് ചെയ്യാറുണ്ടോ? അതൊക്കെ അങ്ങനെയൊക്കെ സിറ്റുവേഷൻ നിന്നാറുണ്ട്. അതെന്ന് വെച്ചാൽ കൂടുതൽ എങ്ങനെ ഉണ്ടല്ലോ, സെയിം ടൈം എന്താണെന്നറിയോ, പ്രായമുള്ള ആൾക്കാരെന്നെ തിരിച്ചറിയും. അതെനിക്ക് ഹാപ്പിനെസ്. കാരണം നമ്മുടെ ഏജിലുള്ള ആൾക്കാർ തിരിച്ചറിയുന്നത് അവരെ ഇൻസ്റ്റൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതെന്ന് വെച്ചാൽ കുറെ ചേച്ചിമാരൊക്കെ വന്നിട്ട് ഞാൻ മാസ്ക് വെച്ചിരിക്കായിരിക്കും. അപ്പൊ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ പറയും, ലൈക്ക് ഇങ്ങനെ മോനെ പാർവതിയുടെ ചാനൽ വർക്ക് ചെയ്യുന്നതല്ലേ, മോനെ അവിടുത്തെ ഇന്റർവ്യൂ കാണാറുണ്ട്, നല്ലതാട്ടോ മോൻ ചോദിക്കുന്നത്. അപ്പൊ ഞാൻ അതൊക്കെ എനിക്ക് ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡാ. അപ്പൊ ഞാൻ പറയൂ താങ്ക് യു കേട്ടോ, ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെ വന്ന് ചോദിക്കും, അങ്ങനെയൊക്കെ ചോദിക്കും. പിന്നെ കുറെ പേര് വന്നിട്ട് പിന്നെ കൂടുതൽ മെസ്സേജാ, റെയിൽവേ സ്റ്റേഷൻ അവിടെ വെച്ച് കണ്ടു, വന്ന് സംസാരിക്കാൻ പറ്റിയില്ല എന്തോ. അപ്പൊ ഞാൻ വന്ന് സംസാരിക്കണം, എനിക്കറിയത്തില്ലല്ലോ അവരെന്നെ. അപ്പൊ വന്ന് സംസാരിക്കും. അപ്പൊ അവർ പറയും, അപ്പൊ ഒരു ടാറ്റു കണ്ടപ്പോൾ മനസ്സിലായി. അങ്ങനെ അവിടെയും നമ്മുടെ ടാറ്റു ആണ്. നമ്മൾ എവിടുന്നാ? ഓക്കെ, ഇത് ആക്ച്വലി ഞാൻ ഇത് സ്കിൻ ഡിസീസ് വന്നല്ലോ. അപ്പൊ അതിന് മെയിൻ ആയിട്ട് ഫാറ്റ് ലൂസ് ചെയ്യാൻ വന്നതാ. പക്ഷെ ഞാൻ ആരോടും പുറത്ത് പറഞ്ഞില്ല. പുറത്ത് ആൾക്കാർ നോക്കുമ്പോൾ സൂരജ് വണ്ണം കുറയ്ക്കുന്ന. ജിമ്മിനൊന്നും ഞാൻ പോയിട്ടില്ല. ജോഗിങ് ജിമ്മിന് പോകാൻ എനിക്ക് ഫണ്ട് ഉണ്ടായിരുന്നില്ല. ഫണ്ട് ഉണ്ടെങ്കിൽ ജിമ്മിന് പോയാൽ ലിറ്ററിന്ന് പോയാലും. അപ്പൊ ലൈക്ക് 2 times ജോഗിങ്. അതായത് ഒരു ഡ്രിങ്ക് ഉണ്ട്. അതെന്താ വെച്ചാൽ അതെനിക്ക് എല്ലാവരും അങ്ങനെ ഒരു മോർണിംഗ് ഡ്രിങ്ക് പറയാം. ആക്ച്വലി ഐ തിങ്ക് ഇത് നല്ലപോലെ വർക്ക് ആവും. കണ്ടിന്യൂസ്ലി കുടിക്കണം. ഒരു 1 month ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ രാവിലെ വെറും വയറ്റില് എന്റെ ബെല്ലിയൊക്കെ പോയി. ഭയങ്കര വയറായിരുന്നു. അതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ കൊറിയാണ്ടർ മല്ലിയില അത് വന്നിട്ട് മിക്സിയിലിട്ട് കുറച്ച് വെള്ളത്തിൽ ഗ്രൈൻഡ് ചെയ്യുക. ഒരു ഇതുപോലെ അതൊരു പിന്നെ അല്ലെങ്കിൽ അത് വെള്ളത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച്
അതൊന്ന് മിക്സ് ചെയ്താൽ മതി. നമ്മൾ മിക്സിയിലൊന്ന് ജാറിലൊന്ന് അത് ഗ്രൈൻഡ് ചെയ്തിട്ട് വല്ലാതെ ഓവറായിട്ട് പേസ്റ്റ് പോലെ അറിയരുത് കേട്ടോ, ജസ്റ്റ് ആ വെള്ളത്തിലൊന്നത് കൺസ്യൂം ആവുന്ന പോലെ. അതിനുശേഷം കുറച്ച് ലെമൺ ഇല്ലേ, ലെമൺ അതിലേക്ക് സ്ക്യൂസ് ചെയ്ത് ഒഴിച്ചിട്ട് വെറും വൈറ്റ് രാവിലെ അത് ചെയ്ത് കഴിഞ്ഞിട്ട് ജോഗിങ് ജിമ്മിന് പോവാം. അത് കഴിഞ്ഞ് വന്നിട്ട് ചെയ്യരുത്. അപ്പൊ നമ്മുടെ ബോഡി കുറച്ചുകൂടി സെൻസിറ്റീവ് ആവും. അപ്പൊ നമ്മൾ നമ്മൾ കുറച്ചുകൂടി അധികം വേർത്ത് അങ്ങനെ അതെനിക്ക് നല്ല പോലെ വർക്ക് ആയിട്ടുണ്ട്. ഇപ്പോഴും കുടിക്കുന്നുണ്ട്? ഇപ്പൊ ഇല്ല, ഇപ്പൊ ഞാൻ നിർത്തി. എന്തെങ്കിലും ഡ്രിങ്ക്സ് കുടിക്കുന്നുണ്ടോ? ഇപ്പൊ അങ്ങനെ ഇല്ല. ഞാൻ ഇപ്പൊ ഐ എം ലൈക്ക് ഫോക്കസിങ് ഓൺ ഷുഗർ കട്ട് എടുക്കും. ഷൂട്ട്സ് ഒക്കെ വരുമ്പോ എനിക്ക് ഷുഗർ ഏറ്റവും ഇഷ്ടം. എനിക്ക് ഷുഗർ ടൂത്താ, എനിക്ക് ഷുഗർ ഏറ്റവും ഇഷ്ടം. എനിക്ക് ഡിപ്രഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമം വന്നു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ട് ഞാൻ വലിച്ചു വരെ ഷുഗർ കഴിക്കും. ഫുഡ് കഴിക്കണമെന്നില്ല, പക്ഷെ ജ്യൂസ്, ഷേക്ക്, പായസം കണ്ടത്. പിന്നെ എനിക്കെന്ന് വെച്ചാൽ എനിക്കൊരു എരിവ് കഴിച്ചു കഴിഞ്ഞാൽ അപ്പം മധുരം കഴിക്കണം. കുറച്ച് എരിവ് കഴിച്ചു എനിക്കൊരു ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ വയറുണ്ടാവത്തില്ല, ലൈക്ക് വിശക്കുണ്ടാവില്ല. പക്ഷെ എനിക്ക് എന്റെ മനസ്സിനകത്ത് ഒരു ഷേക്ക് കുടിച്ചാലോ അങ്ങനെ ഒരു ഇതുണ്ട്. എന്നാൽ ഫുള്ള് കുടിക്കണ്ടാവില്ല, ആ ഒരു ടേസ്റ്റ് ഞാൻ ഫുള്ള് കുടിക്കും. ഞാൻ ഭയങ്കര ഷുഗർ ക്രേവിംഗ്. ഗുലാബ് ജാമുൻ, ഒറിയോ ബിസ്ക്കറ്റ്, ന്യൂട്രലൊക്കെ ഇട്ടിക്കഴിഞ്ഞാൽ ഞാനൊരു ഫുൾ ജാറൊക്കെ. അതെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 6 months 1 year ഒക്കെ ഡയറ്റ് എടുത്തല്ലോ. പിന്നെ ഞാൻ പതുക്കെ ചീട്ട് എടുക്കാൻ തുടങ്ങി. വീട്ടുകാരെ ചീത്ത പറഞ്ഞു, മെലിഞ്ഞുണങ്ങി, ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളെ പോലെ ഉണ്ട്. എന്റെ കണ്ണ് മാത്രം ഇങ്ങനെ പുറത്ത് അങ്ങനെ ഇപ്പോഴാണ് കുറച്ചെങ്കിലും ബെറ്റർ ആയിരിക്കുന്നത്. കണ്ണിങ്ങനെ പുറത്ത് തള്ളി, കഴുത്തൊന്നുമില്ല, ഇങ്ങനത്തെ ഒരു അങ്ങനെ തലയും കണ്ണും മാത്രമുണ്ട്, ബോഡിയൊക്കെ ഭയങ്കരമായിട്ട് ടോണ്ടായി. അപ്പൊ അമ്മ പറഞ്ഞു ഇനി ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. അപ്പൊ എന്റെ ചേച്ചി പറഞ്ഞു, സിസ്റ്റർ പറഞ്ഞു, നീ എന്തായാലും ചീട്ട് എടുക്ക്, സൺഡേ എടുത്ത് മധുരം കഴിച്ചു. പിന്നെ സൺഡേ എന്റെ വീട്ടിലൊരു ബേക്കറി, കാരണം ഈ 1 കൊല്ലം കഴിക്കാത്തതൊക്കെ അമ്മ മേടിച്ചോണ്ടിട്ട് എനിക്ക് അങ്ങനെ ഒന്നും കഴിക്കാം. അപ്പൊ ഞാനൊരു ജാറിന് വീട്ടിലൊക്കെ ഞാൻ മൊത്തം തീർക്കും. കാരണം അടുത്ത ഞായറാഴ്ച വന്നാൽ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. അപ്പൊ ആ വിഷമൊക്കെ ഞാൻ തീർക്കാനായിട്ട് കഴിക്കും. അങ്ങനെ പിന്നെ ഒരാഴ്ച കഴിക്കാതിരുന്ന ഒറ്റ ദിവസം കൊണ്ട് കഴിച്ചിട്ട് അങ്ങനെ കഴിക്കും. അത് നല്ല ആക്ച്വലി ചീട്ട് എടുക്കുന്ന നല്ലതാ. പിന്നെ നമ്മള് കൺസിസ്റ്റന്റ് ആവണം. സൂരജിന്റെ അടുത്ത് സംസാരിച്ചപ്പോൾ കുറേ പ്രാവശ്യം കേട്ടതാണ് എൻ്റെ അമ്മ. ഐ ക്യാൻ ഫീൽ ദാറ്റ് ലവ്. ഇപ്പം അമ്മയുടെ അടുത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. മീൻസ് പൊതുവേ ബോയ്സിന് അമ്മയെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറയാനൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഐ എം ഗിവിങ് യു എ ചാൻസ്. ഒരു ചെറിയ ടാസ്ക് ആണ്. ഇപ്പൊ അമ്മയുടെ അടുത്ത് പറയാനുള്ള കാര്യങ്ങൾ ഈ ഒരു വീഡിയോയില് ആദ്യം വാട്സപ്പിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് വെച്ചിട്ട് ആ ഒരു ഫീലിങ്സോട് കൂടി വായിച്ചത്. ഓക്കെ, ആക്ച്വലി ഞാൻ നമ്മള് ഫ്രണ്ട്സ് പോലെയാ. എല്ലാം പറയാറുണ്ട്. എല്ലാം എന്റെ A to Z. എന്റെ ലൈഫില് സീക്രട്ടുകൾ ഇല്ല, ഉണ്ട്. എന്നെ അമ്മയ്ക്ക് എല്ലാം അറിയാം. ആൻഡ് യുനോ സംതിങ്, ഞാൻ കോളേജിൽ മീറ്റിങ്ങിന് പോകുമ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ സമയത്തൊക്കെ എൻ്റെ ടീച്ചേഴ്സും അവർ ചോദിക്കും, സൂരജ് അമ്മയും ഭയങ്കര കണക്ഷൻ ആണല്ലോ. അങ്ങനെ മോസ്റ്റ്ലി കാണുന്നില്ല, ഞാനും കുറവാട്ടോ കണ്ടിട്ടുള്ളത്. ബോയ്സ് അമ്മയായിട്ട് ഉണ്ടെങ്കിൽ അവരങ്ങനെ, പക്ഷെ ഞാൻ ഭയങ്കര എക്സ്പ്രസീവാണ്. കാരണം എനിക്ക് അച്ഛനില്ല. ലൈക്ക് ഞാൻ 7th standard പഠിക്കുമ്പോൾ ഹി പാസ്ഡ് അവേ. അപ്പൊ അമ്മ സിംഗിൾ മദറാ. അപ്പൊ എനിക്കറിയാം അമ്മയുടെ ഹാർഡ് വർക്ക് എനിക്കറിയാം. അപ്പൊ എനിക്ക് ലിറ്ററലി അമ്മയാണ്. ആക്ച്വലി ഞാൻ ഏതൊരു ഷൂട്ടിന് പോകുമ്പോൾ ഞാൻ അമ്മേനെ കൊണ്ടുപോകും. കാരണം ഞാൻ ആ സെലിബ്രിറ്റീസിന് കൂടെ അമ്മേനെ ഫോട്ടോ എടുപ്പിക്കും. എന്നിട്ട് എന്റെ റിവ്യൂ പറയുമ്പോൾ അമ്മ ഇരുന്ന് കറിയോ സൈഡിലിരുന്നിട്ട് അമ്മ പറയും ഈശ്വര ലൈക്ക് അവന്റെ റിവ്യൂ പറയുന്നൊക്കെ അമ്മ ഇരുന്ന് കറിയും. എന്നിട്ട് ആ ഗസ്റ്റ് പറയും ലൈക്ക് ഓരോ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ഗസ്റ്റുകൾ വന്നിട്ട് പറയും, ഞാൻ പറയും അമ്മയാണ് ഫോട്ടോ എടുക്കുന്നത് പറയുമ്പോൾ അമ്മ ഈസ് ലൈക്ക് വെരി ഹാപ്പി. അപ്പോൾ അവർ തിരിച്ചു പറയും ഓക്കെ നന്നായിട്ട് ചെയ്തോട്ടെ, എനിക്ക് ഇഷ്ടപ്പെട്ടോടെ കംഫർട്ട്. അപ്പോൾ അതാണ് എനിക്ക് അമ്മയ്ക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം. ടൈപ്പ് ഒന്നും ചെയ്യണ്ട, എനിക്ക് ഇപ്പോൾ വേണമെങ്കിൽ പറയാൻ പറ്റുമത്. ലൈക്ക് അമ്മ എന്ന് പറയുന്നത് എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത ഒരാളാണ്. പിന്നെ അമ്മ എനിക്ക് തോന്നുന്നു നമ്മൾ നന്നായിട്ട് നിന്ന് കഴിഞ്ഞാൽ അമ്മമാരൊക്കെ നല്ല എല്ലാവരും സപ്പോർട്ട് തന്നെയാണ്. പിന്നെ എന്താ പറയുന്നത്, ഞാൻ വേറെ ഉള്ള ഫ്രണ്ട്ഷിപ്പിലോട്ട് അങ്ങനെയൊന്നും പോയിട്ടില്ല. കാരണം എനിക്ക് വീട്ടിലെ സാഹചര്യങ്ങൾ അറിയായിരുന്നു. എനിക്ക് എൻ്റെ മൈൻഡ് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, കരിയർ ഫോക്കസ്ഡ് ചെയ്യുക, പൈസ ഉണ്ടാക്കണം, അമ്മേനെ നോക്കണം. ലിറ്ററലി വേറെ ഒന്നും എൻ്റെ മൈൻഡ് എനിക്ക് ചെറുപ്പം മുതൽ അങ്ങനെയാണ്. മേ ബി പീപ്പിൾ തിങ്ക് ദാറ്റ് ഐ എം വെരി ഫൺ. ലിറ്ററലി എനിക്ക് ചിരിക്കാൻ ഇഷ്ടമാണ്, അനാവശ്യ തമാശകൾ പറഞ്ഞ് അതിന് പൊട്ടിച്ചിരിക്കാൻ ഇഷ്ടമാണ്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ വെരി മെച്ചോർഡ്. കാരണം 7th standard പഠിക്കുമ്പോൾ അച്ഛൻ ഈസ് പാസ്ഡ് അവേ. എൻ്റെ അച്ഛൻ ഡെഫൻഡമ്മ, സംസാരിക്കത്തില്ല, കേൾക്കത്തില്ല. ആൻഡ് അറിയത്തില്ല എങ്ങനെയാണെന്ന്. പീപ്പിൾ കുറേ ആൾക്കാരൊക്കെ അങ്ങനത്തെ ആൾക്കാരെ പൊട്ടൻ വിളിക്കും. എനിക്കറിയത്തില്ല അറിയുമെന്ന്. ചെവിയും കേൾക്കാത്ത സംസാരിക്കാത്ത ആൾക്കാരെ പൊട്ടൻ എന്നൊക്കെ വിളിക്കും. പണ്ടത്തെ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അങ്ങനെ. അപ്പോൾ ലിറ്ററലി എൻ്റെ നാട്ടിൽ ഞങ്ങൾ അറിയപ്പെടുന്നതാണെന്നറിയോ, പൊട്ടൻ്റെ മക്കൾ, പൊട്ടൻ്റെ ഭാര്യ എന്നൊക്കെ അറിയപ്പെടുന്നത് എൻ്റെ അമ്മ. അപ്പോൾ അതൊക്കെ സങ്കടപ്പെട്ടിരിക്കുന്നവർ അങ്ങനെ വിളിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഞാനൊക്കെ കുറേ കണ്ടിട്ടുണ്ട് എന്താ അങ്ങനെ. അപ്പോൾ ചേച്ചിക്ക് എനിക്കൊക്കെ വിഷമമാണ് അതൊക്കെ. അതൊരു അപ്പോൾ അങ്ങനെ എന്താ ആക്ച്വലി ഒരു കാലില്ല ഒരു ഡിസേബിൾ ആയിട്ട് ആളുടെ വൈഫിനെ കുട്ടികൾ അവർ അങ്ങനെ വിളിക്കത്തില്ല. പക്ഷെ ഇവരെ ഇങ്ങനെ ആൾക്കാരെ ഫോക്കസ് ചെയ്ത് ഇങ്ങനെ തന്നെ വിളിക്കും.
ഇപ്പൊ പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഒരാൾ ഇപ്പൊ നമ്മള് വീട്ടിലോട്ട് വരികയാണ്, അപ്പോൾ അവര് റോഡിൽ വഴി ചോദിക്കുകയാണ്. അപ്പോൾ വഴി ചോദിക്കുന്ന ആൾക്കാർ പറയും ഇത് പൊട്ടന്റെ വീട്ടിലോട്ടാണ്, അങ്ങനെ വരെ ചോദിക്കും, ഞങ്ങളുടെ തറവാട്ടിലുള്ള വീട്ടില് അങ്ങനെ. പക്ഷെ അതിൽ നിന്ന് ഇപ്പൊ ഞാൻ മീഡിയയിലെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ എന്റെ കുറെ റിലേറ്റീവ്സിനും അച്ഛനറിയുന്ന ആൾക്കാർക്ക് എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഒരു ഷോക്കാ, സൂരജ് ഹൗ ഐ വോണ്ട് ടു പ്രൂവ്. എനിക്ക് പ്രൂവ് ചെയ്യണമായിരുന്നു. ഐ പ്രൂവ്ഡ്. എനിക്ക് പ്രൂവ് ചെയ്യണം. എനിക്ക് എന്റെ അമ്മ എനിക്ക് എപ്പോഴും പ്രൗഡ് ആക്കിയിട്ട് വെക്കണം. അതാണ് എന്റെ ഹാപ്പിനെസ്. ഒരുപാട് ചേഞ്ചസ് വരുത്തിയൊരു മീൻസ് സ്വന്തം ഫാമിലിയിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തിയ ഒരാൾ കൂടിയാണ്. ഐ തിങ്ക് ഈ ഒരു ഇന്റർവ്യൂ ഇറങ്ങുന്നതോടുകൂടി മോട്ടിവേഷണൽ സ്പീക്കർ സൂരജ് മാറും. യെസ്, ആൻഡ് ദാറ്റ് ഈസ് യുവർ ഗോൾ, റൈറ്റ്? ഓഫ് കോഴ്സ് അത് തന്നെയാണ് ഗോൾ. അതുകൊണ്ട് തന്നെയാണ് ചെറുപ്പത്തിലെ വർക്കിന് കയറിയത്. ഈവൻ 20 വർക്കിന് 19 വർക്കിന് കയറിയതാ. ഇപ്പോൾ എനിക്ക് അടുത്താണ് 20 ആയത്, ഒക്ടോബറിൽ. 19 വർക്കിന് കയറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ തിങ്ക് ഇപ്പോഴും കുറെ കുട്ടികൾ എന്താ ഇനി ഡിഗ്രി എടുക്കണോ ഡിപ്ലോമ എടുക്കണോ എന്നുള്ള കൺഫ്യൂഷനിലായിരിക്കുന്ന സമയത്ത് യു ആർ ഇൻ ടു വർക്ക്. ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. അമ്മ ഇപ്പൊ ഭയങ്കര പ്രൗഡാണ്. ഓഫ് കോഴ്സ് ഷീ ഈസ് വെരി പ്രൗഡ്. പക്ഷേ ഡെഫിനറ്റ്ലി സ്ട്രഗിൾസ് ഉണ്ട്. കാരണം മീഡിയ ഇസ് നോട്ട് എ സേഫ് പ്ലേസ്. എപ്പോഴും ഒരു പ്ലാൻ ബി നമ്മൾ വെക്കണം. പക്ഷെ എനിക്ക് പ്ലാൻ ബി ഇല്ല. എനിക്ക് എങ്ങനെയെങ്കിലും ഞാൻ എപ്പോഴും ഇവൻ കുറച്ച് ലാക്ക് ഓഫ് വർക്കൊക്കെ വരികയാണെങ്കിൽ കൂടിയിട്ടും ഞാൻ മനസ്സിലാക്കിയില്ല, ഞാൻ പോകത്തില്ല. കാരണം എല്ലാത്തിനും അതിൻ്റെ കഷ്ടപ്പാടുണ്ടല്ലോ. കുറേ ആൾക്കാർ പറ്റുന്ന മിസ്റ്റേക്ക്, കുറച്ച് ഒരു 1 year ഒക്കെ ട്രൈ ചെയ്ത് പറ്റില്ല, ഇപ്പോൾ അങ്ങനെ വിട്ടുപോകരുത്, കൺസിസ്റ്റൻ്റ് ആയിരുന്നാൽ മതി. ഇപ്പോൾ ഐ ആം ഹാപ്പി. ഇപ്പം എനിക്ക് എൻ്റെ ഒരു 2-3 months ഒക്കെ എനിക്ക് വേറെ വർക്കുകൾ കിട്ടിയില്ലെങ്കിലും ഞാൻ എൻ്റെ ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഒരു ക്ലയൻറ്റ് അല്ലെങ്കിൽ എൻ്റെ വേറെ ആൾക്കാരുടെ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ ഗസ്റ്റിൻ്റെ കോംപ്ലിമെൻറ്റ്സ് ഉണ്ട്. എനിക്കത് മതി. എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് ഇപ്പം ഇവിടെ വർക്ക് ചെയ്തില്ലെങ്കിൽ മൂവ് ടു അതർ പ്ലേസ്, വേറെ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യും. അതിനുവേണ്ടി ഞാൻ ലാംഗ്വേജ് പഠിച്ചു, ഞാൻ തമിഴ് പഠിച്ചു, തെലുങ്ക് പഠിച്ചു, ഇംഗ്ലീഷ് പഠിച്ചു. ഞാൻ അവിടെ പോകാനായിട്ട് അതൊക്കെ നമ്മൾ പ്ലാൻ ബി വേണ്ട, പ്ലാൻ എയിൽ തന്നെ കുറേ സെക്ഷൻസ് വർക്ക് ചെയ്താൽ മതി. അപ്പം മീഡിയയിൽ വർക്ക് ചെയ്യുന്ന എനിക്ക് ലാംഗ്വേജ് ആണ്. അപ്പം ഞാൻ തെലുഗു ഫിലിംസ് കണ്ടു, തമന്നയുടെ സിനിമ ഇന്റർവ്യൂ ഒക്കെ കണ്ട് തെലുഗു തമിഴ് ഒക്കെ ഫ്ലുവൻ്റ് ആയിട്ട് പഠിച്ചു. അപ്പോൾ എനിക്ക് ഇവിടെ വർക്ക് ഇല്ലെങ്കിലും എന്റെ കയ്യിൽ കുറച്ചൊക്കെ ക്യാഷ് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തമിഴ് പഠിച്ചത്, കുറച്ചധികം. പക്ഷെ എനിക്ക് തമിഴ് ഇൻഡസ്ട്രി ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ്ലി നമ്മൾ പാൻ ഇന്ത്യൻ സിനിമകളൊക്കെ ഇവിടെ വരുമല്ലോ, അപ്പോൾ അതൊക്കെ ഇന്റർവ്യൂ എടുക്കുമല്ലോ. വെരി കൈൻഡ്, ഭയങ്കര കൈൻഡ്. അവര് നമ്മളെ വർക്കിന് വേണ്ടി റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അവിടെ അങ്ങനെ അവിടെ ചെറുത് വലുതില്ല. പക്ഷെ ഇവിടെ കുറച്ചുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ വർക്കിന് പോകുമ്പോൾ നമുക്കത് ലിറ്ററലി സ്പെഷ്യലി ഫോർ ആക്ടേഴ്സിന്റെ PR ടീമുകൾ അല്ലെങ്കിൽ വേറെ ചാനൽ ആങ്കേഴ്സ് അവരൊക്കെ ഇങ്ങനെ ഇതേതാ ഈ പയ്യൻ, അല്ലെങ്കിൽ പുതിയ ആൾക്കാരാണ്, ഇതേതാണ് ഈ പുതിയ ആള്, അങ്ങനെ. പക്ഷെ അവിടെ അങ്ങനെയല്ല. അവിടെ എല്ലാവർക്കും റെസ്പെക്റ്റാണ്. അത് പിന്നെ എല്ലാവർക്കും സ്ട്രഗിൾ ഉണ്ടായിട്ടില്ല. പക്ഷെ എൻജോയ് സ്ട്രഗിൾ, അത്രേ ഉള്ളൂ. നമുക്ക് ഒരു ജോലി ഇഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ ആ സ്ട്രഗിൾ പോലും നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യാം. അതെ. ഞാൻ എപ്പോഴും എൻജോയ് ചെയ്ത്, ഈവൻ ഇതുവരെ ടൈം ഇത് വിശ്വസിക്കാൻ അറിയത്തില്ല. പുറത്തുനിന്ന് വന്ന ആൾക്കാർക്ക് ഇറ്റ്സ് വെരി സിമ്പിൾ. ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ ഹാപ്പി ഫ്രെയിംസിൽ ജോയിൻ ചെയ്യുന്നു, പാർവതിയുടെ കൂടെ ഫോട്ടോസ് ക്ലിക്ക് ചെയ്യുന്നു. അന്നൊക്കെ പാർവതിയൊക്കെ പീക്ക് ലെവലിൽ നിൽക്കുന്ന ടൈമാണ്, ഒരു ഭയങ്കര പ്രൈം ആയിട്ട് നിൽക്കുന്നത്. ഇപ്പോഴും ഇതിന്റെ വെരി പ്രൈം. പക്ഷെ ഓരോ ആർട്ടിസ്റ്റിനും ഒരു ഇതുണ്ടാവും, ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത്. ഹാപ്പി ഫ്രെയിംസ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നു, അമൃതയിൽ ആങ്കറിങ് ചെയ്യുന്നു, മൈൽ സ്റ്റോണിലൊക്കെ വർക്കൊക്കെ ആ സമയത്താണ് ഞാൻ മെയിൽ അയക്കുന്നു. ഞാൻ എൻ്റെ 17ാമത്തെ വയസ്സിൽ മുതൽ മെയിൽ അയച്ചു തുടങ്ങിയത് ഓരോ ചാനൽസിൽ. 18 വയസ്സിലാണ് കിട്ടിയത്. 7 months 6 months അല്ല, മോർ ദാൻ 1 year എടുത്തിട്ട് കിട്ടിയത്. പക്ഷെ പുറത്തേക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് കയറി അങ്ങനെ. പക്ഷെ ഭയങ്കര സ്ട്രഗിളാണ്. ആൻഡ് സ്റ്റിൽ റിമെമ്പർ ഹാപ്പി ഫ്രെയിംസിൽ ഞാൻ എൻ്റെ വീഡിയോ അയച്ചു കൊടുക്കുന്നു. പാർവതിയുടെ ബ്രദർ ഉണ്ട് സച്ചിൻ ഭയങ്കര എനിക്ക് ഇഷ്ടാട്ടോ. ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ഒരാളായതുകൊണ്ട് തന്നെ സച്ചിൻ ചേട്ടൻ എന്ന പേര്. അപ്പോൾ ഹീസ് അസിസ്റ്റ് ചെയ്യാം, പാർവതിയുടെ ബ്രദറായ കാരണം ചാനലൊക്കെ അസിസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആള് വഴിയാണ് ഞാൻ മെയിൽ അയച്ചു പാർവതിക്ക്. ഹാപ്പി ഫ്രെയിംസ് മെയിൽ അയച്ചപ്പോൾ അവർ പറഞ്ഞു പ്രൊഫൈൽ ഇഷ്ടപ്പെട്ടു. അന്ന് എനിക്ക് പോർട്ട്ഫോളിയോ പോലും ഇല്ല, റെസ്യൂം ഇല്ല. അപ്പോൾ ഒരു റെസ്യൂം അയക്കുമ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ് റെസ്യൂം, നമുക്കൊരു ഐഡിയ റെസ്യൂം എന്നത്. അപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്ത് അയക്കും, ലൈക്ക് മദർ ടങ് മലയാളം, അറിയുന്ന ലാംഗ്വേജ് തമിഴ്. അന്ന് തമിഴിലൊക്കെ കുറച്ച് എനിക്ക് പേടിയാ. അപ്പം ലൈക്ക് ബ്രോക്കൻ തമിഴ്, ബ്രോക്കൻ തെലുഗു, മലയാളം എന്നൊക്കെ കോൺഫിഡൻസ് അത്ര ഇല്ലാത്ത നമ്മൾ. പക്ഷെ ഐ ട്രൈഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടി. അങ്ങനെ ആ ചാനലിൽ പോകുന്നു, അവർ പറയുന്നു ഒരു 3 വീഡിയോ അയക്കാൻ പറയുന്നു. അതെന്ന് വെച്ചാൽ ഏതെങ്കിലും ടോപ്പിക്കിനെ പറ്റിയിട്ട് സംസാരിച്ച് 3 വീഡിയോസ്. അങ്ങനെ തന്നെ 3 വീഡിയോ 3 അയച്ചു കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ദിവസം ഞാൻ രാത്രി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് എൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് എന്നിട്ട് പറയാം, ലൈക്ക് സച്ചിൻ ചേട്ടൻ ലൈക്ക് വാട്സപ്പിലിട്ട് പറയാം, ഹാപ്പി ഫ്രെയിംസ് ആണ് കോൺടാക്ട് ചെയ്യേണ്ടത്, പാർവതി ബാബു നിന്നൊന്ന് കാണണം, നാളെ കൊച്ചിയിൽ വരുമോ. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് കൊച്ചിയിൽ വരുന്നത്. അതിന് മുന്നേ ഞാൻ കൊച്ചി കണ്ടിട്ടില്ല, കൊച്ചിയിൽ വന്നിട്ടില്ല. ആദ്യമായി ഞാൻ കൊച്ചി കണ്ടിട്ട് എങ്ങനെയുണ്ട്? എനിക്ക് കൊച്ചി ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമുക്ക് ഞാൻ തൃശ്ശൂർ ആയതുകൊണ്ട് വർക്ക് കുറവ്. ആക്ച്വലി വർക്ക് ഉള്ളത് കൊച്ചി ട്രിവാൻഡ്രം ആണ്. മീഡിയ ഫീൽഡിൽ കുറച്ച് വർക്ക് അധികം കിട്ടുക നമുക്ക്. തൃശ്ശൂരിൽ വർക്ക് ഇല്ല.
എല്ലാം ഇപ്പൊ അന്നയ്ക്ക് തന്നെ അറിയില്ല, മുൻ പ്രൊമോഷനൊക്കെ ഇവിടെ തന്നെ നടക്കുന്നത്. കൊച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ കൊച്ചിയിൽ എനിക്ക് വലിയ പരിചയമില്ല, എനിക്ക് അത്ര ഓവർ ഫ്രണ്ട്ഷിപ്പ് കൂടെ ഇല്ല. പക്ഷേ അത് തിങ് ഈസ് ലൈക്ക് ഇന്റർവ്യൂ എടുത്ത എല്ലാ ആൾക്കാരും എനിക്ക് ഫ്രണ്ട്സാണ്. റിസ്വാൻ, സായിദ്, അങ്ങനത്തെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. കലേഷ്, ഇപ്പോഴും ഞാൻ റിസ്വാനെ എന്തെങ്കിലും കൂടി വിളിച്ചുള്ളൂ, അങ്ങനെ ഒരു കോണ്ടാക്ട് വെക്കുന്നത്. അതൊക്കെ ഞാനൊരു ഭാഗ്യമായിട്ട് കാണുന്ന ആൾക്കാർ. അപ്പൊ ഇതാണ് സംഭവം. പുറത്തുനിന്ന് കാണാൻ ഒട്ടും ഈസി അല്ല, ഭയങ്കര. പിന്നെ അറിയാം ആങ്കറായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആൾക്കാർ വിചാരിക്കും നമ്മളൊരു ഓൾസോ ദാറ്റ്സ് എ വെരി മിസ്കൺസെപ്ഷൻ. ഒരു വർക്കിന് പോയി കഴിഞ്ഞാൽ പീപ്പിൾ തിങ്ക് ദാറ്റ് 10,000 ഇന്റർവ്യൂ കിട്ടുന്നു. എന്നോട് ചോദിക്കും പേയ്മെന്റ് എത്രയാ, ഞാൻ അത്രേ കിട്ടുള്ളൂ പറയല്ലേ. അതെ, ലിറ്ററലി എന്റെ കോളേജിലൊക്കെ പോകുന്ന സമയത്ത് ദ തിങ് ഇസ് ലൈക്ക് മീഡിയ കോളേജില് ടീച്ചേഴ്സ് അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റുഡൻസ് മീഡിയയിൽ പഠിപ്പിക്കുന്ന ആൾക്കാർ ചോദിക്കും എന്നാൽ ഇന്റർവ്യൂ എത്ര കിട്ടും, 10,000 കിട്ടില്ല. അപ്പൊ നോ അപ്പൊ ഇത്ര റേറ്റ് പറയുമ്പോൾ ഐ ക്യാൻ ഓപ്പൺ അപ്പ്, ഐ ക്യാൻ സ്പീക്ക് അപ്പ്. ഒരു ഇന്റർവ്യൂവിന് പോയാൽ കിട്ടുന്നത് ലിറ്ററലി തുടക്കക്കാർക്ക് അല്ലെങ്കിൽ അത്രയും ഫെയിമിൽ നിൽക്കണം, കിട്ടും സ്റ്റാർട്ടേഴ്സിന് 1,500, 2,000, 3,000 അങ്ങനെ പോയിട്ട് ഇപ്പൊ ഒരു 5,000 റേഞ്ചിൽ എത്തി നിൽക്കുന്നുണ്ട്. നമുക്ക് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ. പക്ഷെ ഇവര് വിചാരിക്കുന്നത് നമുക്ക് കുറേ പൈസ കിട്ടുന്നു. ഒരിക്കലും അല്ല, നമ്മളേതോ ലക്ഷറി ലൈഫിലാണ്. ഒട്ടുമല്ല. they'll get actors get ഫിലിമിൽ അഭിനയിക്കുന്ന ആൾക്കാർക്ക് കിട്ടും ഒരു 1 lakh, ചെറിയ ആർട്ടിസ്റ്റിനൊക്കെ ഒരു 50,000, 60,000, 1 lakh അങ്ങനെ കിട്ടും. പക്ഷെ ആങ്കേഴ്സിനെ കിട്ടുന്നത് എനിക്ക് ഇന്നും വർക്കിന് പോയതിന്റെ പൈസ കിട്ടാണ്ട്. നമുക്ക് ഇപ്പൊ ഫിലിം ഫീൽഡിലാണെങ്കിലും നമുക്ക് പേയ്മെന്റ് ഏറ്റവും കൂടുതൽ ഡിലേ ആവുന്നുണ്ട്. ബാക്കി എല്ലാവർക്കും 1, 2, 3, 4, 5-നുള്ളിൽ നമുക്കില്ല, നമുക്കതില്ല. അതുകൊണ്ട് തന്നെ ലിറ്ററലി വിളിച്ചോണ്ടിരിക്കണം അങ്ങനെ. പക്ഷെ ബട്ട് കുഴപ്പമില്ല. പക്ഷെ നമ്മള് അത് ഓർത്തിട്ടിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പോയി പാഷൻ റേറ്റ്. അപ്പൊ നമ്മൾ കണ്ടിന്യൂസ്ലി, അതാ ഞാൻ പറഞ്ഞത്, മണി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ് നമ്മുടെ ലൈഫ്, കുറച്ചും കൂടി നല്ല പോലെ ബെറ്റർ ആണ് നമ്മുടെ. ഇറ്റ്സ് നോട്ട് ഈസി ആസ് യു തിങ്ക്. ഞാൻ എപ്പോഴും ആൾക്കാരുടെ അടുത്ത് പറയും, ഡോണ്ട് ജഡ്ജ്. ആൾക്കാരെ ഒരിക്കലും ജഡ്ജ് ചെയ്യരുത്. കാരണം പുറത്തുനിന്ന് ആവുന്ന പോലെ എല്ലാവർക്കും ഒരു സ്ട്രഗിൾസ് ഉണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് മീഡിയ ഫീൽഡിൽ കുറച്ച് അധികം ഡിഫിക്കൽട്ടീസാണ്. പക്ഷെ നമ്മളിപ്പോൾ പുറത്ത് കാണിക്കത്തില്ല, നമ്മൾ ഭയങ്കര ഹാപ്പി. ഈവൻ എൻ്റെ ഇൻസ്റ്റാ പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ എൻ്റെ റീല്, എൻ്റെ പോസ്റ്റ് എല്ലാം ഭയങ്കര ഹാപ്പി. അവരെ കാണുമ്പോൾ സൂരജ് ലൈക്ക് ഹലോ മൈ ലവ്സ് എന്ന് പറഞ്ഞ് വീഡിയോ എടുക്കുന്നു, തമന്നെ കാണാൻ പോകുന്നു, തമന്ന കോമെന്റ് ചെയ്യുന്നു. ബട്ട് അതിൻ്റെ ബാക്കിലൊക്കെ ഒരു ഹാർഡ് വർക്ക് ഉണ്ട്. ഐ തിങ്ക് ആങ്കർ വെറും വർഷമായില്ലേ ആളൊരു റീല് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ പേരില്. ഇതേപോലെ ഒരു ലക്ഷറി ലൈഫും കാര്യങ്ങളൊന്നും ഇല്ല, ഈ വർഷം എനിക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്നറിയോ എന്ന് പറഞ്ഞിട്ട് ഷീ ഹാഡ് എ ലിസ്റ്റ്. ഈവൻ വാല്യൂ ചെയ്യുന്ന ഒരുപാട് റിലേഷൻസ് വരെ നഷ്ടപ്പെട്ട സാഹചര്യങ്ങളുണ്ട്. അപ്പം ഈവൻ നമുക്കും അതൊക്കെ ഉണ്ട്, നമ്മളത് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടില്ല എന്നുള്ളൂ. പക്ഷെ ആ ഒരു ബാക്ക് സ്റ്റോറി ആരും കാണാത്തോണ്ട് ജസ്റ്റ് ജഡ്ജ് ഇറ്റ്. ഒരു 30 seconds റീൽ കണ്ടിട്ടാണ് നമ്മൾ എല്ലാരെയും ജഡ്ജ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും പിന്നെന്താ വെച്ചാൽ നമ്മൾ കോളേജിലൊക്കെ പോലും, ഞാൻ പഠിക്കുന്ന സമയത്ത് വർക്കിനായിരുന്നു. അപ്പൊ എന്റെ കോളേജിലുള്ള സീനിയേഴ്സ് ഒക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും എങ്ങനെ ഹാപ്പി ഫ്രണ്ട്സിൽ കയറി. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോ അയച്ചു കൊടുത്തു. അപ്പോൾ പറയാം ആ ലിങ്ക് ഒന്ന് എനിക്ക് ഞങ്ങൾക്ക് അയച്ചു കൊടുക്കാനാണ്. അത്ര സിമ്പിളായിട്ട്. കാരണം അവർ വിചാരിച്ചിരിക്കുന്നത് ലൈക്ക് സിമ്പിളാണ്, വളരെ സിമ്പിളാണ് മീഡിയ എന്ന് പറയുന്നത്. നമ്മളിവിടെ പോയി രണ്ടും സംസാരിച്ചാൽ മതി. ബട്ട് ഇറ്റ്സ് നോട്ട് ഈസി. ഒരാളെ കംഫർട്ട് ആക്കി. കാരണം നമ്മൾ വരുന്ന ഗസ്റ്റ് നമ്മൾ ഒരു പരിചയം ഉണ്ടാവത്തില്ല. നമ്മൾ ഇന്നലെ ഞാൻ ഇന്റർവ്യൂ എടുത്ത ആൾക്കാർ എനിക്കൊരു മുൻ പരിചയമില്ല. അന്നത്തെ ദിവസത്തേക്ക് ഞാൻ കാണുന്നുണ്ടായിരിക്കുക. റിസർച്ച് ചെയ്ത് നമുക്കൊരു ഐഡിയ, ഓക്കെ ഇയാൾ എങ്ങനെയായിരിക്കും, കംഫർട്ടാക്കി സംസാരിച്ച് കഴിഞ്ഞാൽ അങ്ങനെ കോംപ്ലിമെന്റ് കിട്ടുന്നു. എന്നെ സംബന്ധിച്ച് അതൊക്കെ വലിയൊരു കാര്യമാണ്. അപ്പോൾ എല്ലാത്തിനും ഹാർഡ് വർക്ക് ഉണ്ട്. ആൻഡ് ആ ഒരു ഹാർഡ് വർക്കിന് മീനിങ് ഉണ്ടാവുമെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് സൂരജിന്റെ ലൈഫിൽ. ആൻഡ് ഐ എം ഷുവർ യു വിൽ റീച്ച് into heights. ഞാൻ ഇപ്പൊ സൂരജിനെ ഇന്റർവ്യൂ എടുക്കാൻ കിട്ടിയതിൽ ഞാൻ വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. അങ്ങനെയല്ല, സീരിയസ്ലി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കരമായിട്ട് ആ ഒരു സ്കാർ ഒരു ഇതാക്കി മാറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സിഗ്നേച്ചർ ആക്കി മാറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഞാൻ ഭയങ്കര ഇംപ്രസ്ഡ് ആയിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇറ്റ്സ് നോട്ട് സിംപ്ലി വെറുതെ പറയുന്നതല്ല. അപ്പം ടേക്ക് മൈ വേർഡ്സ്, ഷുവറാണ് കുറച്ച് വർഷം ഹാപ്പി ദാറ്റ് ഐ എം സിറ്റിംഗ് ഹിയർ. കാരണം സത്യം പറയണം, ഞാൻ ആക്ച്വലി എന്നെ ഇന്റർവ്യൂ വിളിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ലൈക്ക് ഉണ്ടായിരുന്നു, ബക്കറ്റ് ലിസ്റ്റിൽ എന്തായാലും ഉണ്ടായിരുന്നു ചാനലിലേക്ക് ഇന്റർവ്യൂ പോയിരിക്കണം. കാരണം കുറച്ച് പോപ്പുലർ ആയി കഴിഞ്ഞാൽ നല്ല വാല്യൂസ് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർക്ക് ഒരു ഇന്റർവ്യൂ വിളിക്കണം. അങ്ങനെ താങ്ക് യു സോ മച്ച് വിളിച്ചപ്പോൾ തന്നെ തൃശ്ശൂരിൽ നിന്ന് ഇവിടെ വരെ വന്നതിന്. ബിഫോർ പ്ലീസ് പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ? മേ ബി കുറേ പേർക്ക് എൻ്റെ ഫേസ് ഫെമിലർ ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്തായാലും ഇന്റർവ്യൂ കാണുക.
എനിക്ക് ഒറ്റ കാര്യം മാത്രം പറയാനുള്ളൂ, ആൾക്കാർ ഈസിയായിട്ട് ജഡ്ജ് ചെയ്യാതിരിക്കുക. പിന്നെ ഓരോ ആൾക്കാർക്ക് ഓരോ ലൈഫാണല്ലോ, അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എന്തായാലും ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. സോ നമുക്ക് എന്തായാലും കാണാം. താങ്ക് യു. അപ്പം നമ്മൾ രണ്ടുപേരെയും കേട്ടിരുന്നതിന് ബി ഫോർ ബ്ലേസിനെ സ്നേഹിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് താങ്ക് യു. ബൈ.